ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നല്ല നാളെ ഒരു ചെന്നൈ ട്രിപ്പ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചെന്നൈ ട്രിപ്പിൻ്റെ തലേ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എമ്രുവിനെ ഞാൻ ഫ്രഷ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എമ്രു ഇവിടെ അടുക്കളയിൽ ചെന്ന് ഒരു കുക്കറും ഒക്കെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് എടുത്തുകൊണ്ട് ഓടണം കണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഉമ്മ ഇവിടെ അടുക്കളയിൽ നിന്ന് നല്ല അടിപൊളി ചാള ഇട്ടിട്ടുണ്ട്, മീനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കണ്ണൻ കൊഴിയാളയും കിട്ടിയ വാപ്പയും റീക്കായും എമ്മറും ഒക്കെ കൂടെ പുറത്ത് പോയി മേടിച്ചിട്ട് വന്നതാണ്. വാപ്പയാണെങ്കിലോ തുണി വിരിക്കൽ പണിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പം നിനക്ക് ഈ തുണിയൊക്കെ വിരിച്ചിട്ടൂടെയെന്ന്. എനിക്ക് വിരിച്ചൊക്കെ ഇടാം. ഇപ്പോൾ വാപ്പയുടെ തൊഴിലാണ് ഇതൊക്കെ. വേറെ നല്ല ഖത്തറിലൊക്കെ വന്നിട്ട് ഇതൊക്കെയായിരുന്നു പരിപാടി, വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അത് ഇവിടെയും തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എമ്രുവിനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇവനെ ഉറക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ റൂമിൽ വന്നിരുന്ന് കളിച്ചുകൊണ്ടിരുന്നിട്ട് തിരിച്ചിതാ ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ ഞാനും എമ്രുവും കൂടെ കിച്ചണിൽ പോയി നോക്കുന്നുണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ലഞ്ച് കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവന് നല്ല ഉറക്കം വരുന്ന പോലെയായിരുന്നു. എന്നിട്ട് ആൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ ലഞ്ച് കൊടുക്കാതെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അത് അബദ്ധമായി. അങ്ങനെ ഉമ്മ നല്ല കണ്ണൻ കുഴിയാളയുടെ പുളിമുളകൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഒരു സ്പെഷ്യൽ സാധനം. ഇത് ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് കോമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് പരുവും മീനിൻ്റെ പരുവും ചാളയുടെയൊക്കെ തലയൊക്കെ കൂടെ അവിച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാണല്ലേ. ഇനി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കുരുമുളകും ഉപ്പും മാത്രം മതി. ഇത് ഇത്രയും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ സാധനം റെഡിയാവും. കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പരുവൊക്കെ ഇത് ചൂടോടെ കഴിക്കാൻ എന്ത് ടേസ്റ്റെന്നറിയാവോ. ഇപ്പോഴും കഴിച്ച് തീർന്നിട്ടാണ് വോയിസ് ഓവർ ഇടുന്നതെങ്കിൽ പോലും കൊതി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും റീക്കായും വാപ്പായും ഉമ്മായും കൂടെ പുറത്ത് പോയിരുന്നു. അപ്പോൾ അവർ പോയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്കുള്ള ലഞ്ച് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ ഞാൻ എമ്രുവിനെ ഉറക്കിയിട്ടുണ്ട്. അവൻ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം അവനെ കൊണ്ട് ഉറക്കി കുളിക്കാൻ പോകാമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ഇവർ വന്നത്. അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ ഇരുന്ന് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇനി കുറച്ച് പരിപാടിയുണ്ട്. നാളെ ഞാൻ ചെന്നൈയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പ് പ്രമാണിച്ച് കുറച്ച് ന്യൂ ഡ്രസ്സ് ഇവന് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ആ ട്രിപ്പ് പ്രമാണിച്ചല്ല, അവൻ ആക്ച്വലി കുറച്ച് ഡ്രസ്സിൻ്റെ കുറവുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ചെറുതായിപ്പോയി. അപ്പം അതൊക്കെ ഒന്ന് എല്ലാ ടാഗൊക്കെ പൊട്ടിച്ച് പെട്ടിയിലോട്ട് ഒന്ന് ആക്കിയൊക്കെ വെക്കണം, മടക്കിയൊക്കെ വെക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇവനെ നോക്കിയേ വേണം. അതുകൊണ്ട് ഞാൻ ഇവനെ നോക്കിയപ്പോൾ ഇവനാണെങ്കിൽ കാറ് വാപ്പ അങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ കാറിൽ പോയിരിക്കുന്നു. ഇത്രയും നേരം ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ തുണി മടക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ വേറെ എവിടെയോ പോയിരുന്ന് ഏതോ ഒരു മൂലയിലിരുന്ന് കളിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ കാറോടെ നീക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അടുത്തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇവന് മേടിച്ച ടീഷർട്ടും അതുപോലെ തന്നെ ചെന്നൈയിൽ പോകുന്നത് കാരണം അവിടെ ഒരു ഗേൾ ബേബിക്കും കൂടെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സും എല്ലാം കൂടെ ടാഗൊക്കെ പൊട്ടിച്ച് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ആരും എന്നെ കണ്ട് പേടിക്കണ്ട, ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നുകൊണ്ട് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. മുടിയൊന്നും സത്യം പറഞ്ഞാൽ ചീകിയ പോലും ഇല്ല, നല്ലപോലെ തോർത്തിയത് പോലും ഇല്ല. അങ്ങനെ വന്നിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ സമയമില്ല. എല്ലാം ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെക്കണം, പെട്ടിയിലാക്കി. നാളെ പോകാനുള്ളതാണ്. സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ പെട്ടെന്ന് എല്ലാം ചെയ്ത് വെക്കുകയാണ്. പിന്നെ എമ്രു അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടി വി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പുള്ളിക്കാരൻ അറിയുന്നില്ല. അതുകൊണ്ട് അവിടെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തീരാറായപ്പം അറ്റ് ലാസ്റ്റാണ് അവൻ ശ്രദ്ധിച്ചത്. പിന്നെ വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഓരോ ഹാങ്കറൊക്കെ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം എന്നെ തുണി മടക്കാൻ വേണ്ടി അവനും കൂടെ സഹായിച്ചു. ഏറ്റവും ലാസ്റ്റ് എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് ഓടി ഗൈസ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ അവൻ തന്നെ പകർത്തിയിട്ടുണ്ട് ക്യാമറയിൽ. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാവേ. ഇതിപ്പോൾ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സല്ലേ. ഇനിയുള്ളതെന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ലുലുവിൽ പോയപ്പോൾ അവിടെയുള്ള മിനി ക്ലബ്ബിൽ നിന്ന് എടുത്തതാണ്. അവിടെ നല്ല ഇച്ചിരി റേറ്റൊക്കെ കൂടുതലാണ്, പക്ഷേ നല്ല വേർത്താണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ചെന്നൈയിലൊരു ബേബിക്ക് ഡ്രസ്സ് കൊടുക്കാനുണ്ടെന്ന്. അപ്പോൾ ആ കുട്ടിക്കും കൂടെ ആ ബേബി ഗേളിനും കൂടെ ഡ്രസ്സ് ഈ മിനി ക്ലബ്ബിൽ നിന്നാണ് എടുത്തത്. അത് ഞാൻ കാണിച്ചു തരാവേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുന്നേ ഞാൻ എമ്രുവിന് മിനി ക്ലബ്ബിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. കോസ്റ്റ്ലി ആണ്, പക്ഷേ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സും നല്ല ക്വാളിറ്റി ഉള്ളതും വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗേൾ ബേബീസിൻ്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ബോയ് ബേബിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് കാണും. അതുപോലെ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും അല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ ഇടുന്നത് കാണുമ്പോൾ പിന്നെ പ്രത്യേക ഭംഗിയാണ്. ബോയ് ബേബി ഇടുന്നതിനേയും കാട്ടി നല്ല ഭംഗിയാണ് ഗേൾ ബേബീസ് ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ ബേബിക്ക് എടുത്തതിനുള്ള ഡ്രസ്സാണ് കാണിച്ചു തന്നത്. ആ കാണിച്ചെന്ന ഗ്യാപ്പിൽ ഇതാ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഒരാൾ ഓടിയിട്ടുണ്ട്. ക്യാമറാമാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എമ്രു ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം മടക്കി
വെക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ തുണിയൊക്കെ ഞാൻ കുറേ നേരത്തെ തന്നെ എല്ലാം പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെട്ടിയാണ് ഞാൻ എടുക്കുന്നത്. ട്രെയിനിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് പെട്ടിയായിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഈ ഒരു ഒറ്റ പെട്ടിയാണ് എടുക്കുന്നത്. ഇതിൽ എമ്രുവിൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സുമാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഞാനെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ റീക്കാക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ഞാനത് ഓൾറെഡി വേറൊരു റീക്കായുടെ ഒരു പെട്ടിയുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എമ്രുവിനുള്ള പെട്ടിയാണ്. ഈ നേരത്തെ റീക്കായുടെ പെട്ടിയായിരുന്നു. ഇപ്പോൾ എമ്രു വന്നപ്പോൾ എമ്രുവിൻ്റെ തിങ്സ്, അതായത് എമ്രുവിൻ്റെ തിങ്സും ഡ്രസ്സും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഖത്തറിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഈ ഒരു പെട്ടിയിലാണ്. അപ്പോൾ റീക്കാക്ക് ഒരു കുഞ്ഞു പെട്ടിയുണ്ട്, അതിലോട്ടെല്ലാം ഞാൻ അറേഞ്ച് ആക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഞാനിതാ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഈവനിങ് ആയിട്ടുണ്ട്. അവൻ ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവൻ ഇനി ഒരു സ്നാക്ക് കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്നിപ്പം ഓട്ട് പാൻ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ബ്ലൂബെറി ഓട്ട് പാൻ കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പം ഓട്ട്സ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഉണ്ടായിരുന്നേ, പക്ഷേ ഞാനത് എടുത്തിട്ട് വന്നില്ല. ഉമ്മ ചോദിച്ചാണ് നീ ഇത് എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഇല്ലേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഒരു സാധനവും ഇല്ല സ്നാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പിന്നെ എവിടെ പോയപ്പോൾ MOTയിൽ പോയപ്പോൾ അവിടുത്തെ രാമചന്ദ്രൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു ഓട്സ് എന്ന് പറയുന്നത്. ഇത് കൊള്ളാം കേട്ടോ, റോൾഡ് ഓട്സ് ആണ്. അപ്പോൾ ഇതിവിടെ ഇപ്പം ഈ ഒരു റോൾഡ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓട്സും അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ടയില്ലേ, മുട്ടയും നമ്മുടെ എല്ലാ കോഴിയുടെ മുട്ട ഉണ്ടല്ലോ, കോഴിയുടെ മുട്ടയും അതുപോലെ തന്നെ പാലും കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ റീക്കായുടെ വാപ്പ നാഗർകോവിലിൽ നിന്ന് വന്നപ്പോൾ മട്ടിപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് എമ്രുവിന് വേണ്ടിയിട്ടും. ബേബീസിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബനാനയാണ് കേട്ടോ ഈ മട്ടിപ്പഴം എന്ന് പറയുന്നത്. അത് ഇവിടെ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടെ കിട്ടുമെന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുത്ത്. അങ്ങനെ ഇതാ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി എമ്രുവിന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവനെടുത്ത് കഴിച്ചോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ മാമ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ബഹളമാണേ കാണുന്നത്. എൻ്റെ പുറത്ത് അമ്മ തിരിച്ചു വന്നെന്നാണ്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും കൂടെ അണിഞ്ഞൊരുങ്ങി അതാ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാവേ. നല്ലൊരു മിറർ ഇല്ല, തൽക്കാലം നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വ്ളോഗിൽ കാണാം. സീ യു നെക്സ്റ്റ് വ്ളോഗ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. വന്നില്ലേ